നമസ്കാരം. ആഗോളതലത്തിൽ ഓട്ടോമോട്ടീവ് വിപണിയിൽ സമീപകാലത്തായി IC എഞ്ചിൻ വാഹനങ്ങളെ കടത്തിവെട്ടി മുന്നോട്ട് കുതിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. ആഗോളതാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങൾ ഹൈബ്രിഡുകൾ അല്ലെങ്കിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പല രാജ്യങ്ങളും പരമ്പരാഗത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നുണ്ട്. നോർവേ പോലുള്ള ചില രാജ്യങ്ങളിൽ ഇന്ന് ഡീസൽ കാറുകളേക്കാൾ കൂടുതലുള്ളത് വൈദ്യുത വാഹനങ്ങളാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യമെടുത്താൽ EVകൾ ഇപ്പോൾ ശൈശവ ദശയിലാണ്. എന്തെങ്കിലും പുതിയ ടെക്നോളജിയോ കാര്യങ്ങളോ വന്നാൽ ദ്രുതഗതിയിൽ അതിനെ പുൽകുന്നവരല്ല ഇന്ത്യക്കാര്. ഇത് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ശരിയാണെന്ന് പറയണം. ഇന്നും IC എഞ്ചിൻ വാഹനങ്ങളിൽ നിന്ന് EVകളിലേക്കുള്ള പരിവർത്തനം നമ്മുടെ രാജ്യത്ത് നന്നേ കുറവാണ്. EVകളുടെയും ICE വാഹനങ്ങളുടെയും വിൽപ്പന കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഭാവിയുടെ ഇന്ധനം എന്ന് വിളിക്കപ്പെടുന്ന വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വാങ്ങാൻ ഇന്ത്യക്കാർ മടിയാണെന്ന സത്യം. വൈദ്യുത വാഹനങ്ങൾക്ക് പൊതുവെ ICE വാഹനങ്ങളെക്കാൾ ഉയർന്ന പ്രാരംഭ വിലയുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇതേ കാരണം കൊണ്ട് തന്നെ ഏകദേശം 32% ഇന്ത്യക്കാരും EVകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ മൊത്തം വിലയുടെ 60% ബാറ്ററിയാണ് വഹിക്കുന്നത്. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളിലെ പല ഘടകങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ കാരണങ്ങൾ നിമിത്തമാണ് EVകൾക്ക് ഉയർന്ന വില ലഭിക്കുന്നത്. അടുത്തിടെ ബാറ്ററി ഘടകങ്ങളുടെയും മറ്റും ഇറക്കുമതി ചിലവുകൾ കുറയ്ക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ ബജറ്റിൽ കൈക്കൊണ്ടിരുന്നു. ഇത് EVകളുടെ വിലയിൽ പ്രതിഫലിച്ചാൽ ഒരുപക്ഷെ പോസിറ്റീവായ മാറ്റം കണ്ടേക്കാം. ഈ പ്രസ്തുത കാലയളവ് കഴിഞ്ഞാൽ EVകളുടെ ബാറ്ററി മാറ്റേണ്ടതായി വരും. 31% ഉപയോക്താക്കൾ ബാറ്ററി മാറ്റി സ്ഥാപിക്കുന്ന ചിലവോർത്ത് EVകളോട് മുഖം തിരിച്ച് നിൽക്കുകയാണ്. ചാർജിംഗ്, മറ്റ് പതിവ് മെയിൻ്റനൻസ് പരിപാടികൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ ശരാശരി പ്രവർത്തന ചെലവ് എന്ന് പറയുന്നത് IC മോഡലുകളേക്കാൾ കൂടുതലാണെന്ന് 28% ഉപയോക്താക്കൾ വിശ്വസിക്കുന്നതായി സർവേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചുമത്താൻ സാധ്യതയുള്ള അധിക നികുതി സാധാരണ ICയിൽ വാഹനങ്ങളെക്കാൾ കൂടുതൽ പൈസ പൊടിയുമെന്ന് ഒരു പ്രത്യേക വിഭാഗം ഉപയോക്താക്കൾ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യക്കാർ EVകൾ വാങ്ങാൻ മടിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റേഞ്ച് ഉത്കണ്ഠയാണ്. ഏകദേശം 35% ഉപയോക്താക്കൾ വാഹന നിർമ്മാതാവ് അവകാശപ്പെടുന്ന ഡ്രൈവിംഗ് റേഞ്ച് വിശ്വസിക്കുന്നില്ല. നിയന്ത്രിത പരിതസ്ഥിതിയിൽ കമ്പനി പരീക്ഷിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും യഥാർത്ഥ ഡ്രൈവിംഗ് സാഹചര്യത്തിൽ ഒരു EV നൽകുന്ന റേഞ്ച്. കാലാവസ്ഥയടക്കം നിരവധി ഘടകങ്ങൾ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ റേഞ്ചിനെ സാരമായി ബാധിക്കുന്നതിനാൽ ഉപയോക്താക്കൾ ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കാൻ മടിക്കുകയാണ്. ഇന്ത്യയിൽ ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങളും ഇന്നും മോശം അവസ്ഥയിലാണ്. ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യക്കാരെ തടയുന്ന പ്രധാന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് ചാർജിംഗ്. രാജ്യത്ത് പൊതു ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കാരണം 38% പേർ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ വിസമ്മതിക്കുന്നുവെന്ന് ഡെലോയിറ്റിലെ റിപ്പോർട്ടും പറയുന്നുണ്ട്. പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് പുറമെ ഇന്ത്യൻ വീടുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ അനുവദിക്കുന്ന ശരിയായ വാൾ ബോക്സ് ചാർജർ സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലെന്നത് ഒരു പോരായ്മ തന്നെയാണ്. ഏകദേശം 27% പേർ ശരിയായ ഹോം ചാർജറിന്റെ അഭാവത്തെ ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഏകദേശം 39% ഉപയോക്താക്കളും ബാറ്ററി ചാർജിംഗ് സമയം വളരെ കൂടുതലായതിനെ കുറിച്ച് ആശങ്കാകുലരാണ്. അതുകൊണ്ട് തന്നെ ഡെലോയിറ്റ് ചാർജിംഗ് എന്നത് ഒരു പ്രധാന കാരണമായി പറയുന്നുണ്ട്. ഇന്ത്യൻ വിപണിയിൽ സോളാർ പാനലുകൾ പോലുള്ള ബദൽ വൈദ്യുതോർജ്ജ സ്രോതസ്സുകളുടെ ലഭ്യത കുറവും ഒരു പോരായ്മയാണ്. സൂര്യരശ്മികളിൽ നിന്ന് സോളാർ സെല്ലുകൾ ഊർജം വലിച്ചെടുക്കും എന്നതിനാൽ എക്സ്റ്റേണൽ ചാർജിങ്ങിന്റെ ആവശ്യകത ഇവ ഇല്ലാതാക്കും.